ഒപ്പം ഞങ്ങളുടെ ടീമിനെ നയിച്ചത് ഞാനായിരുന്നു. അതിൻ്റെ പേരിൽ എനിക്ക് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ DGPയുടെ പാർട്ട്നർ ഫോണൊക്കെ കിട്ടിയതാണ്. അപ്പം ഇവിടെ ഞാനൊരു ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞുള്ളൂ. ഇവിടെ ഇതിപ്പോൾ എൻ്റെ പഞ്ചായത്താണ്, എൻ്റെ വാർഡ് 1-ാം വാർഡാണ്. അപ്പം ഇവിടെ കുറേ പേർക്കൊക്കെ എന്നെ അറിയാമെങ്കിൽ കുറച്ച് പേർക്ക് നമ്മൾ എനിക്ക് സംബന്ധിച്ച ക്ലാസ് നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഈ ഞങ്ങൾ നടത്തുന്ന പരിശീലന പരിപാടി ഏകദേശം 1 മണിക്കൂറിൻ്റെ അനുബന്ധമായിട്ട് ഉണ്ടായിരിക്കുകയുള്ളൂ. സർവീസിംഗ് നടത്തുന്നത് പ്രധാനമായിട്ടും 2 മെയിൻ സെക്ഷനായിട്ടാണ് എടുക്കുന്നത്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അഗ്നിബാധയും അതിനുള്ള കാരണങ്ങളും ഫലപ്രദമായി എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടതെന്നും ഉള്ള ഒരു സെക്ഷനും, തുടർന്ന് വിനോദ് സാറ് ജലസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റു അപകടങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നത്. ഈ ഗ്യാപ്പുകളെ ക്ലോസ് ചെയ്താൽ മതി, അല്ലാതെ വല്ലാതെ ഫോഴ്സ് യൂസ് ചെയ്യാം. പലപ്പോഴും പറ്റിയിട്ടുണ്ട്, കഴിക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടാണ്. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് അഴിച്ച് കാളെ കൊണ്ടുപോകേണ്ടി വരും. ഇത് സംഭവം കഴിഞ്ഞില്ല. ഓക്കെ, ഇപ്പോൾ ലോക്ക് തുറന്നു, ലോക്ക് ചെയ്യാം. ലൂസാക്കി വിടരുത്, ലോക്ക് ചെയ്യും. ഓക്കെ, ഇപ്പോൾ യാതൊരു റെഡിയാണ്. ഇനി ഈ കാര്യങ്ങളൊക്കെ എത്തിയിട്ട് നമുക്ക് ഒരാളെ എന്ത് മനസ്സിലാക്കില്ല, ആളൊന്നും സേഫാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പോകുന്നത് നമ്മളൊരാളെ വെല്ലുവിളി ഇതാക്കി ചെയ്യാം. അവിടെ തീ പിടിക്കുന്നില്ല, മുകളിൽ നിന്ന് വിളിക്കുന്നത് തീ പിടിച്ച ഒരു വലിയ തീ പിടിച്ചാൽ ലിഫ്റ്റ് ആദ്യം നിൽക്കും. തീ പിടിച്ച ലൈറ്റ് ലിഫ്റ്റ് കയറാൻ പാടില്ല എന്ന് വേറെ നോക്കുന്നില്ല. അപ്പോൾ ഈ ഫോണിൽ അവിടെ ചിലപ്പോൾ ആൾക്കാർ ഓടാനും നമ്മൾ കൂടെ വരും. അപ്പം പലർക്കും ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. ഞാനവിടെ പോയിട്ട് ഇങ്ങനെ ഇപ്പോൾ ഇറങ്ങി വരുന്നത് കാണിക്കാം. താഴത്ത് നിന്നിട്ട് അഥവാ ഇറങ്ങണ ആൾ കൈയുടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ വീഴാതിരിക്കാനായിട്ട് ഡിലേ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും ഒരു റോപ്പ് പിടിച്ചിട്ട്. അപ്പോൾ അഥവാ അയാളെ കാല് കഴിക്കുന്നത് പായം ചെയ്താൽ വീഴില്ല. അവിടെ അടയിൽ വരുന്നവരെ അയാളെ അതൊക്കെ പറയുന്നത് വാക്കി ഇത് വലിയ നമുക്ക് അങ്ങോട്ട് കയറി കിടക്കലാണ് അത്യാവശ്യം. പക്ഷേ കയറി കേൾക്കാതെ സോറി ആദ്യം ഈ ഡിലേ ബുക്ക് ചെയ്യാം. അപ്പോൾ ഈ കാര്യം ഇങ്ങനെ വന്നത് ഞാൻ എൻ്റെ കൈ വിട്ടാലും അയാളെന്തിനാ മാറണ്ട. Come on. Blackness black
ഓക്കെ. ഇവിടുത്തെ ലിവറിൽ കൺട്രോൾ വേണം. ഓക്കെ. ലിവർ ഓവറാക്കി പിടിച്ചിട്ട് ആ ടൈറ്റാക്കാം. ഓക്കെ. വരുമ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് പാരലായിട്ട് കിടക്കണം. ഇവിടെ നമ്മൾ കുത്തി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തങ്ങോട്ട് കിടന്നു. ഈ കാലിൻ്റെ ടോ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. ഓക്കെ. നന്നായി പിടിക്കാം. ഇങ്ങനെ പിടിക്കരുത്. ശക്തമായി അപ്പർ ഹാൻഡ് നമ്മൾ ഇന്നലെ കയാക്ക് പിടിച്ചിട്ട് കാറ്റിൻ്റെ പാറ്റിലും അതേമാതിരി ഒരു കൈ രണ്ടും കൈ പിടിക്കും. അത് കഴിഞ്ഞു ഒരു തിരക്കൂടെ നോക്കിയിട്ട് ഇപ്പം നമ്മൾ ഇതിനെ 4 പോയിന്റ് കോണ്ടാക്ട് എന്ന് പറയും. രണ്ട് കാല് ആണ് ഈ നെറ്റിലുള്ളത്. ഒരേ സമയത്താണ് നമുക്ക് ആക്ച്വലി 3 പോയിന്റ് കോണ്ടാക്ട് വേണം. 3 പോയിന്റ് വേണം. അപ്പോൾ ഒരു കൈ എടുത്തു എന്നിട്ട് ഒരു കൈ മാറ്റി. ഇപ്പം 3 പോയിന്റ് എപ്പോഴും മിനിമം വേണം. ഇത് നോക്കി ഒരു കാലം ഇപ്പം 3 പോയിന്റ് ഉണ്ടല്ലോ. 2 കൈ ഒരു കാലം അങ്ങനെ 3 പോയിന്റ് കോണ്ടാക്ട് എപ്പോഴും അതൊന്നും ഇതൊന്നും കുറ്റാതിരിക്കാൻ നല്ലത്. ഓക്കെ. ഇപ്പോൾ അഥവാ ഞാൻ ഇത് സ്ലിപ്പ് ചെയ്തു അപ്പോൾ എനിക്ക് ഇത് സംഭവിക്കാൻ തോന്നും. ഓക്കെ. ഫോളിങ്. സേഫാണ്. അവിടെ വിലയിരുത്തുന്നില്ല. ഓക്കെ. അത് പേടിക്കാവുന്നില്ല. ആ ചെറുതായി ഫ്രീ ആയിട്ട് അറാണ്ട് സ്ലാക്നെസ് കൊടുക്കും. ഇതൊന്നും കാര്യം നമ്മൾ സാധാരണ കോണി ഇറങ്ങണ വഴിയല്ലേ. എങ്ങനെ കയറി പോണു അങ്ങനെയാണ് ഇറങ്ങിയത് എവിടെ. പിന്നെ നമ്മൾ ഈ നെറ്റിനെ കെട്ടിപ്പിടിച്ചിട്ട് മൈ ഡിയർ നെറ്റ് പറയും നിങ്ങൾ അങ്ങനെ കയറുക കേട്ടോ. കാല് സ്ലിപ്പായി. അപ്പം നമ്മൾ നമ്മുടെ ബോഡി നെറ്റിൽ നിന്നും ദൂരെ ആക്കുക. അങ്ങനെ ഇങ്ങനെ. അപ്പം ഇന്നത്തെ കാലിൻ്റെ പിടുത്തം നല്ല ക്രിപ്പ് ഒറ്റ കിട്ടും. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ സ്ലിപ്പ് ചെയ്തു. നമ്മൾ ബോഡി അടുത്താൽ കാല് സ്ലിപ്പ് ചെയ്യും. ഓക്കെ. അപ്പോൾ വേറെ പ്രിൻസിപ്പിൾ എന്താ 3 പോയിന്റ് കോണ്ടാക്ട്. ബോഡി നമ്മുടെ സീറ്റ് ബാക്ക് സൈഡ് എവേ ഫ്രം ദാറ്റ് ലെഫ്റ്റിൽ നിന്ന് ദൂരെ. നിങ്ങൾക്ക് ഒരു മോശമാണ്, ഇത് വെറും ബ്ലോക്കിന് വെറും പൈസ പാട് ചിലവാണെന്നുണ്ടെങ്കിൽ അഭിപ്രായമുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊന്നും ഈ പരിപാടി വേണ്ട. യുവജനങ്ങളെ സംഘടിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് നിങ്ങളെല്ലാം കിട്ടിയുള്ളൂ. ഞങ്ങൾ ഇവിടെ എല്ലാം പബ്ലിസിറ്റി ചെയ്തതാണ്. ഇത് കഴിഞ്ഞെല്ലാം നമ്മൾ നടപ്പാക്കാൻ പോയതാണ്. കഴിഞ്ഞെല്ലാം നമ്മൾ എല്ലാം സെറ്റപ്പ് എല്ലാം റെഡിയായി കഴിഞ്ഞ് 1000 ദിവസം കഴിഞ്ഞപ്പോൾ അത് പൊതുജന സമ്പർക്കം കുറവാണെന്ന് പറഞ്ഞ് നമ്മളെ നിർത്തി. ആ ഫണ്ട് ലാപ്സായി. രണ്ടാമത് വീണ്ടും ക്രിയേറ്റ് ചെയ്തതാണ് ഈ പരിപാടി. ഇത് ഇപ്പോഴത്തെ കാലത്തെ പ്രകൃതി ദുരന്തങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് നമുക്കിത് വളരെ പ്രയോജനപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് തലനാട് ദീപോ എന്നിങ്ങനെയുള്ളവർ അതിന് നടന്നുകളെ ഞാൻ സംസാരിക്കുന്ന സമയങ്ങളില്ല. നിങ്ങളാണ് ഞങ്ങളെ കൊണ്ടിട്ട്. നിങ്ങൾ ഒരാൾ പോയി 7 പേര് പോയി. ആ 7 പേര് ബ്ലോക്കിന്റെ ഒരു പരിപാടി നടത്തി കാര്യങ്ങൾ നടത്തിയെങ്കിൽ ഏകദേശം ഒരു രൂപ കിട്ടിയില്ല. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ജനം വന്നാൽ നമ്മൾ കൂടുതൽ സെറ്റപ്പ് ചെയ്യും. അതെ, സ്വിമ്മിംഗ് പരിശീലനം. അതെ സ്വിമ്മിംഗ് പരിശീലനത്തിനെ അത് സ്വിമ്മിംഗ് പരിശീലനം ചേർത്ത് കഴിഞ്ഞാൽ ഓഡിറ്റിന്റെ നടത്തുന്നുണ്ട്. പക്ഷേ ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പറഞ്ഞ ഈ വെള്ളപ്പൊക്ക ഡിസാസ്റ്റർ. പക്ഷെ സത്യത്തിൽ വേണ്ടത് നീന്തലാണ്.
നീന്താൻ പഠിപ്പിക്കാൻ ഞാനൊക്കെ നീന്തൽ പഠിച്ചത് മീനച്ചിലായിട്ടില്ല. ഞാനൊക്കെ പഠിച്ചത് ഒരു 8 വയസ്സിൽ നീന്താൻ പഠിക്കാൻ നീന്തൽ പിന്നെ ഒരു കാര്യം പറയാം, ഒരു പരിധി കഴിഞ്ഞാൽ ബോഡി വെയിറ്റ് കൂടി കഴിഞ്ഞാൽ നീന്താനും പറ്റില്ല. ഇപ്പം എന്നോട് നീന്താൻ പറയാൻ ഞാൻ ഒരടി നീന്തില്ല, കാരണം വെച്ചാൽ നമ്മുടെ കൈ കൊഴിയും. മനസ്സിലായി? നീന്തുന്ന പോലെ ഒരു എക്സസൈസ് വേറെ ഒന്നുമില്ല. സ്ഥിരം നീന്തുന്നവർക്ക് ഒരു അസുഖങ്ങളും ഉണ്ടാകുന്നതാണ്. അതും സ്ഥിരം മുങ്ങി കുളിക്കുന്നവർക്ക്. തോട്ടി കുളിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തോട്ടി കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് വരെ പോകുന്നതാണ്. ശരിക്കും മുങ്ങി കുളിക്കുമ്പോൾ നല്ല വിശപ്പുള്ള സമയത്ത് തോട്ടി പോയി മുങ്ങി കുളിക്കില്ല. പ്രത്യേകിച്ച് തീക്കോയി പിന്നെ ഈ തലനാട് മേഖലയിൽ വരുന്ന നമ്മുടെ ചെറിയ കൈത്തോടുകളുണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ പക്ക മെഡിസിൻ്റെ വെള്ളമാണ്. ഈ മരങ്ങളുടെ പേരിന് ഇടയിൽ കൂടെ ഇല്ല. അതാരാ വെള്ളം? അതാരാ കാരണം? ആരാ കാരണം? ഓക്കെ, ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം അഡ്ജസ്റ്റ് ചെയ്യാതെ ഇവിടെയൊക്കെ പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ സൈസ് ശരിയാക്കാം. ഇനി എന്താ ചെയ്യുന്നത്? ഉണ്ണി പിന്നെ സിവിൽ ഡിഫൻസിൻ്റെ തരട്ടെ, യൂണിഫോം തരട്ടെ. അവരുടെ മോളിൽ ലൂസായിട്ട് മോളിൽ കേട്ടോ നോക്കണം. ആ മതി, 5 മണി കിട്ടാൻ. നമ്മുടെ ഇതെല്ലാം പോയി, എൻ്റെ കുപ്പിയും എല്ലാ സാധനം പോയി, എൻ്റെ കുപ്പി എല്ലാം പോയി. ഇറങ്ങി കഴിഞ്ഞപ്പോഴേ കേട്ടോ ഇനി 4 പോയിന്റ് കോണ്ടാക്ട്. കാല് 2 കൈ 2. ഓക്കെ, ബോഡി എവേ. ഓക്കെ, ഇപ്പോൾ കാലിന് നല്ല പ്രഷർ, നല്ല ഗ്രിപ്പ് കിട്ടും. ഒരു കൈയോ ഒരു കാലം മറ്റേ കൈ മാറ്റി മോളിൽ പോയത് ചെയ്യണം അറിയാം. ടോപ്പിൽ കൈ ലെഫ്റ്റ് ഹാൻഡ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. പാരലൈസ് ആയിട്ട് ഒരു കാലപ്പത്തേക്ക് കിടക്കുക. റോളി അപ്പോഴത്തേക്ക് റോളി കേട്ടോ. കുത്തനെ കയറാം. കാല് വൈഡായിട്ട് വെക്കാം. അപ്പോൾ കാല് കൂട്ടി വെച്ചാൽ നമ്മൾ കയറുമ്പോൾ കാല് കൂട്ടി വിടും. തല ലേശം പൊക്കി പിടിച്ച്, തല